ഈ ഷാജി സംസാരിച്ചതിൻ്റെ പിന്നാലെയുള്ള ഒരു സംസാരമാണ് ഇത്. വേറൊന്നുമല്ല, ഇതൊരു പറച്ചിലാണ്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇവിടെ അധ്യാപകരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമാണ് ശാസ്ത്രത്തെ എഴുത്തിൽ സഹായിക്കേണ്ടത്. നമുക്ക് പുതിയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. NEP 2020 എന്ന വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. അതിനെതിരെയുള്ള വിമർശനമുണ്ട്, പിന്തുണയുണ്ട്. അതിനോട് എല്ലാവരും ഒരു 48 അല്ല 68ഓളം പേജുള്ളതാണ്. എല്ലാം നെറ്റിൽ കിട്ടും, ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. എനിക്ക് എൻ്റെ കുറേ ആശങ്കകളാണ്. അതായത് ശാസ്ത്രം, ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഈ ശാസ്ത്രത്തിനെ ഉള്ള ഒരു മടുപ്പ് അല്ലെങ്കിൽ അതിലുള്ള അശാസ്ത്രീയവൽക്കരണമാണ് ഞാനിവിടെ നോക്കുന്നത്. നമുക്ക് വിദ്യാഭ്യാസത്തെ ഒരു വിദ്യാഭ്യാസ നയത്തെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വായനയാണ് പറയുന്നത്. ഈ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഒരു കമ്മീഷൻ തന്നെ വരുന്നത്. ഈ പ്രത്യേകിച്ച് സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുണ്ടായ കമ്മീഷൻ UGCക്കാണ് കൂടുതൽ. UGC അപ്പാണ് നിലവിൽ വന്നത്. 56ലാണ് UGC വരുന്നത്. അതിൻ്റെ ലക്ഷ്യം തന്നെ യുക്തിചിന്തയാണ്. വിദ്യാഭ്യാസം യുക്തിചിന്തയ്ക്ക് അനുഷ്ഠിതമായിരിക്കണം. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അവിടെ ഏറ്റവും പ്രധാനമായി. അത് നെഹ്റുവിൻ്റെ ഒരു കൈകടത്തലുണ്ടെന്ന് നമ്മൾ ചരിത്ര വായനയിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെയാണ് അടുത്ത ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാകുന്നത് 68ലാണ്. ആ നയത്തിലും ഈ നെഹ്റുവിൻ്റെ ഒരു ഇടപെടലിലൂടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നത് 86ലാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ആ 86-ന് ശേഷമാണ്, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറയും. 86-ന് ശേഷമാണ് ഈ 2020 ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറഞ്ഞത്. അതായത് 34 വർഷത്തിൻ്റെ ഉണ്ട്. പുതിയ വിദ്യാഭ്യാസ നയം വരേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. അതായത് കാലഘട്ടം അനുസരിച്ച് നമ്മുടെ സമൂഹം മാറുമ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസ നയങ്ങളും മാറ്റേണ്ടത് വളരെ പ്രധാനപ്പെട്ട നയമാണ്. ഈ NEP 2020 തന്നെ ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് എല്ലാവർക്കും സ്വീകാര്യമാവുന്ന വിദ്യാഭ്യാസമാണ്. അതിൽ നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസത്തെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക. അതിലും പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് വിദ്യാഭ്യാസം ഒരു അവകാശമായിട്ട്, അതായത് ഈ കൊഴിഞ്ഞുപോക്ക് നിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം ഏർപ്പെടുക. കേരളത്തിൽ അത് അത്ര പ്രശ്നമല്ല. ഇപ്പോൾ PM ശ്രീയൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. PM ശ്രീയുടെ വന്നപ്പോൾ ഇതിൽ ഈ ക്വാളിറ്റിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു മേഖലയിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ മോഡലാക്കുക എന്നാണ്. എനിക്കതിനോട് വിയോജിപ്പാണ്. കാരണം നമുക്ക് അങ്ങനെ മോഡലാക്കുമ്പോൾ ആ സ്കൂൾ മാത്രം മെച്ചപ്പെടലേ ഉള്ളൂ, എല്ലാവർക്കും എല്ലാ സ്ഥലത്തും എത്തണ്ടേ. അപ്പോൾ അതിനോട് എനിക്ക് ആശങ്കയുണ്ട്. ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നേരത്തെ ഷാജി ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ പദ്ധതികളിൽ ആ ചാപ്റ്റർ വരുന്ന 4 23 22 23 ആ പേജുകളിലൊക്കെ ഈ പാഠ്യപദ്ധതിയിൽ NCERT ഈ പാഠ്യപദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഈ ശാസ്ത്രത്തെ അത്ര ഗൗരവമായി എടുക്കുന്നില്ല. പ്രത്യേകിച്ച് എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തത്തെ ഈ പ്രൈമറി വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് മതി എന്നാണ്. നമ്മുടെ ഈ കുട്ടികൾ നേരത്തെ മനോജൊക്കെ പറഞ്ഞ പോലെ ഈ തലച്ചോറ് യഥാർത്ഥത്തിൽ വളർന്നു വരുന്നത് ഈ കുട്ടിക്കാലങ്ങളിലാണ്. ഏകദേശം തലച്ചോറിൻ്റെ വളർച്ച എന്ന് പറഞ്ഞത് 22 വയസ്സ് വരെയൊക്കെയാണെന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിലുള്ള പ്രത്യേകിച്ച് ഭാഷയൊക്കെ പഠിക്കുന്നത് ആ സമയത്താണെന്നാണ് ന്യൂറോ സയൻസ് വിശദമാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പം എന്താണ് പരിണാമശാസ്ത്രത്തിന് അത്ര ഗൗരവം കൊടുക്കാത്തത്? പരിണാമശാസ്ത്രം കൃത്യമായി പഠിച്ചാൽ, കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ പൊട്ടത്തരങ്ങളെല്ലാം എടുത്ത് കളയും. പരിണാമശാസ്ത്രം വ്യക്തമായി മനസ്സിലാക്കിയാൽ ഒരു മതവിശ്വാസി അല്ലാതെ ആവും. മതങ്ങൾ കൊണ്ടുവരുന്ന പുനർജന്മം, അവരുടെ സൃഷ്ടി, ഇതെല്ലാം മനസ്സിലായില്ലേ, ഇതെല്ലാം ഹൃദയപ്പെടും. അതായത് മരണം, ഈ മതം നിൽക്കുന്ന മേഖല എന്താ? മനുഷ്യൻ ജനിക്കുമ്പോൾ ചാടി വീഴുക,
രണ്ട് മനുഷ്യർ തമ്മിൽ ഒന്നായി അടുത്ത അതായത് വിവാഹ സമ്പ്രദായത്തിൽ ഇടപെടുക. ഇവർ മനുഷ്യൻ മരണം കഴിയുമ്പോൾ അതിലിടപെടുക. അപ്പോൾ മരിക്കുമ്പോൾ പുനർജന്മം എന്നുള്ള കഥ കൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്തുന്ന പ്രക്രിയയാണല്ലോ മതം. ഇതിലുള്ള ഈ 3 പ്രക്രിയയില്ല മതത്തിന് വേറെ റോളില്ല. ഒരു പരിണാമ സിദ്ധാന്തം കൃത്യമായി മനസ്സിലാക്കുക, പരിണാമത്തിൻ്റെ പ്രത്യേകിച്ച് പുതിയ ജനിതക ശാസ്ത്രം ഉൾപ്പെടെ പഠിച്ച് മനസ്സിലാക്കിയാൽ ഇത് ഹൃദയപ്പെടും. ഇത് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരാൻ മടിക്കുന്നുണ്ട്. അത് മടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒന്നും കൂടെ ഞാൻ മനസ്സിലാക്കി. ഈ നമ്മൾ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന നമ്മളൊക്കെ കുട്ടി സംഘടനകളുണ്ട്. ഈ ചില സംഘടനകൾ നമ്മളെ ഈ ആരാധനാലയങ്ങളിലൊക്കെയുള്ള കുട്ടികളെ വെച്ചുള്ള ആരാധന ക്രമീകരണങ്ങൾ, ചില സംഘടനകൾ ബാലഗോകുല, ബാലസംഘം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ വാസ്തവം ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് എൻ്റെ ഒരു സാധനം. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തിൽ ഊന്നിയ പുതിയ പുതിയ കാര്യങ്ങളാണ്. അല്ലാതെ അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ തലച്ചോറിലേക്ക് കയറി വന്നാൽ, നേരത്തെ ബ്രെയിനെ കുറിച്ച് കയറി വന്നാൽ ഇത് സെറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായില്ല? നമ്മൾ സ്വതന്ത്രം ഒരു മതത്തിൽ ജനിച്ച കുട്ടി നേരെ മറിച്ച് നേരത്തെ വെജിറ്റേറിയൻ മാത്രം ശീലിക്കുന്ന ഒരു മതത്തിൽ ജനിച്ച് പരിപാലിക്കുക വരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് മുതിർന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു പോത്തിറച്ചി കണ്ടാൽ ഛർദ്ദിക്കാൻ വരും. ഇതൊക്കെ നമ്മൾ ന്യൂറോ സയൻസിൻ്റെ പഠനങ്ങളാണ്. ഇതേപോലെ തന്നെ ശാഖയിൽ പോയി പരിശീലനം നടത്തിയാൽ ഒരു മതേതരപരമായ സമൂഹത്തിൽ അവന് ജീവിക്കാൻ അസ്വസ്ഥത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം കുട്ടികളെ വളർത്തേണ്ടത് വളരെ സ്വതന്ത്രപരമായാണ്. നിങ്ങൾ ബാലസംഘത്തിലോ ബാലവേദിയിലോ ബാലഗോകുലത്തിലോ അല്ല വിടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പാഠ്യപദ്ധതികളെല്ലാം ശാസ്ത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നിസ്സാരമായ പാഠ്യപദ്ധതികൾ അനേകം ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും ഒക്കെ ചിന്തിച്ചിരുന്നാണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. അവിടെ ഇത് ഹൃദയപ്പെടുമ്പോൾ ഇത്തരം അപകടമുണ്ട്. നേരത്തെ പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ പ്രത്യേക രസതന്ത്രത്തിൻ്റെ ബേസിക്കായ പീരിയോഡിക് ടേബിളിൽ പ്രാധാന്യം ഈ നിയമത്തിൽ ഇല്ലാതാവുന്നു. അപ്പോൾ നമ്മൾ രസതന്ത്രത്തിൻ്റെ അടിസ്ഥാനമാണ്. ലോകം മൊത്തം നമ്മുടെ ജീവജാലങ്ങളെല്ലാം രസമാണ്. ഈ രസത്തിൻ്റെ അടിസ്ഥാനം ഈ മൂലകങ്ങളാണെന്നുള്ള രീതിയിൽ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഈ സാധനങ്ങൾ ഇല്ലാതാവുന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ മതകഥകൾ ഇല്ലാതാവാൻ സാധ്യത ഉണ്ട്. ഇത് ഈ പുതിയ പാഠ്യപദ്ധതിയിൽ നിന്നും മാറ്റുന്നത്, അല്ലെങ്കിൽ അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ള ആശങ്ക വിമർശനപരമായി എനിക്കുണ്ട്. അതിന് പ്രാധാന്യം കൊടുക്കുന്ന പറയുമോ, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ള IKS എന്ന് പറഞ്ഞാൽ പഠിച്ചവർക്കെല്ലാം അറിയാം. അതിനാണ് പ്രാധാന്യം. ഇന്ത്യൻ നോളജ് സിസ്റ്റം നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും എന്താണെന്നാ. അത് പാരമ്പര്യപരമായി നമുക്ക് കിട്ടിയ അറിവ് സമ്പാദനത്തിൻ്റെ എൻ്റെ നിരീക്ഷണം, അറിവ് സമ്പാദനത്തിലുള്ള ഏക മാർഗം സയൻസാണ്. അല്ലാതെ ഞങ്ങൾ ഒരാൾ കേട്ടോ ഒന്നുമല്ല. അപ്പോൾ ഇവർ പറഞ്ഞ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ അറിവെന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട വേദങ്ങളിലുണ്ടെന്നാണ് പറയണത്. അപ്പോൾ വേദങ്ങളിലൂടെ കിട്ടുന്ന അറിവ് ഇവിടെ ആഡ് ചെയ്യുക എന്നാണ്. നിങ്ങൾ വേദങ്ങളുടെ അറിവ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടാം. പരിണാമ സിദ്ധാന്തത്തിന് അവർ പറയുന്നുണ്ട്, അവരിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. മുകളിലെ വിമാനം പറന്നു പോകുന്നതിന് കാരണം അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്ലാസ്റ്റിക് സർജറിക്ക് കാരണം അതിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇതിനെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ, ശാസ്ത്രം പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ ബ്രെയിനിൽ ഇങ്ങനെ ഒന്നൊരു സംശയം വന്നാൽ, അത് അമേരിക്കയിൽ പഠനം നടത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ ഈ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നതോടൊപ്പം സൃഷ്ടിവാദം പഠിപ്പിക്കാൻ അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു. അമേരിക്ക ഒരു മതരാഷ്ട്രമാണല്ലോ, തർക്കമില്ല, പഠിപ്പിക്കും. ഇങ്ങനൊരു വിഷയം അവിടുത്തെ കുട്ടികൾ കൊണ്ടുകൊണ്ട് ഈ സൃഷ്ടിവാദം പഠിപ്പിക്കുന്നത് ഒരു വഴിപാട് പോലെ ആക്കി മാറ്റി. അത് ഒരു പുരോഗമിച്ച സമൂഹത്തിലുണ്ടായാണ്. പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ അത്രത്തോളം നമ്മൾ പുരോഗമിച്ചിട്ടില്ല. നമ്മൾ ഈ ശാസ്ത്രത്തെ വഴിപാടാക്കുകയും ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം പറഞ്ഞ സ്ഥാനത്ത് കയറി വരാനും സാധ്യതയുണ്ട്. അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ കുട്ടികളെ മുമ്പ് ഒരു സന്യാസി വയ്ക്കും. തിരുവനന്തപുരം സ്കൂളിലെ പേരെ പറയുന്നില്ല. സ്കൂളിൽ നടന്ന ഒരു സംഭവമാണ് അതിൽ ഹനുമാൻ ചാലിസ ഹോമം. ഈ സ്കൂളിനെ കുറിച്ച് രണ്ടാമത് നടന്നത് ഹനുമാൻ ചാലിസ ചിത്രരചനാ മത്സരം. ഭയങ്കര കൗതുകം. മീഡിയ അത് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു ഇതില്ലാതെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം തറയിരിക്കുകയാണ്.
ഒരു തറയിരിക്കണം, ഒരു രീതി ഉണ്ട്, ഗുരുകുലവും മറ്റുള്ള അതിലാണ്, അതാണ് നടത്തുന്നത്. ഈ സ്കൂളിനെ കുറിച്ച് ചെറിയൊരു ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ ഈ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൽ കുട്ടികൾ കൊണ്ടുപോകാൻ നോ വെജ് ആഹാരം കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഇല്ല, ഏത് സ്കൂളിൽ പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് കീഴിലായിരിക്കണം എന്നാണ്, മനസ്സിലല്ലേ? അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൾ അവിടെ കൊച്ചു പഠിക്കുന്നു, അവൻ 3ാം ക്ലാസ്സിലാണ്. അവന് മുട്ട ഇഷ്ടമാണ്, മുട്ട കൊണ്ടുപോകാൻ പറ്റില്ല. ആലോചിച്ച് നമ്മുടെ നാട് അത്ര പുരോഗമിച്ചെന്ന് പറയാം അല്ലേ, ഇത് നടക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് വരുന്നു എന്നുള്ളത് ആശങ്കയാണ്. അത് നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ എനിക്ക് പറയേണ്ടതേ ഉള്ളൂ, ഇന്ത്യൻ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന കുറേ, അതായത് കാലഘട്ടം അനുസരിച്ച് മാറ്റങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുവെങ്കിലും ശാസ്ത്രത്തെ, നമ്മൾ ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചിരുന്നത് ശാസ്ത്രത്തെ പിന്നോട്ട് നയിക്കുന്ന അനേകമുണ്ട്. ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ നിങ്ങളൊന്ന് വീണ്ടും മടിക്കുകയാണ്. അതിൽ ഈ മാത്തമെറ്റിക്സിന് പകരം അവർ പേരുന്നത് വേദിക് മാത്സ് എന്നാണ്. വേദാന്ത കാലഘട്ടത്തിൽ, വേദിക് കാലഘട്ടത്തിൽ സാധനമാണ് നമ്മുടെ മാത്തമെറ്റിക്സാണ് ശാസ്ത്രത്തിൻ്റെ ബേസ്. അധ്യാപകർക്ക് അറിയാൻ പറ്റും. ഈ മാത്തമെറ്റിക്സ് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് അതിൻ്റെ കാൽക്കുലേഷൻ മറ്റൊക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? നമ്മൾ ശാസ്ത്രം ഡെവലപ്പിക്കുമ്പോൾ ഉണ്ടായ ഒരു ഏതോ മനുഷ്യൻ്റെ ബ്രെയിനിലുണ്ടായ ആലോചനകളാണ് അതൊക്കെ എഴുതി കൂട്ടി വെച്ചത്. ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത്, ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പം എന്നിട്ടും ഇന്നും പറഞ്ഞ് വേദിക് മാത്സ് ശാസ്ത്രത്തിൻ്റെ അടയാളത്തിലൂടെ തള്ളിക്കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ നേരല്ല കുട്ടികളിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നേ, ഈ ബ്രെയിനിൽ ഈ കൺഫ്യൂഷൻ ആകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും. അതൊരു പ്രധാനപ്പെട്ട. 2, ജ്യോത്സ്യം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. മോള് ബിരുദം കേരള യൂണിവേഴ്സിറ്റി ജ്യോത്സ്യം പഠിക്കാണ്ട്. ജ്യോത്സ്യം പൊട്ടത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം. ജ്യോത്സ്യം എന്ന് പറയുന്ന സാധനം ഭൂമിയെ കേന്ദ്രീകരിച്ച സാധനമാണെന്നും അതിൽ പറയുന്ന ഗ്രഹങ്ങളുടെ ഇതൊക്കെ വെറും പൊട്ടത്തരമാണെന്ന് ശാസ്ത്രം എന്നേ മനസ്സിലാക്കി. ഈ ജ്യോത്സ്യം ഉണ്ടായ ചില നാടുകളിലൊക്കെ അത് ഇല്ലാതായി. ഇങ്ങനെ ബാബിലോണിയയിലും മെസ്സപ്പൊട്ടാമിയ പോലെ മേഖലകളിലാണ് ഇത് ഉണ്ടായതെന്നും അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇന്നും അതെടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ജ്യോത്സ്യം എന്ന് പറഞ്ഞത് അത് ശാസ്ത്രമല്ല, ജ്യോതിശാസ്ത്രമാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ജ്യോതിശാസ്ത്രം ഇത് പല പാഠപുസ്തകത്തിലും ജ്യോതിശാസ്ത്രം എന്ന പേരിലാണ് ഈ പല ജ്യോത്സ്യം പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹം തെറ്റിദ്ധരിപ്പിക്കലാണ്, മനസ്സിലായി? തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത് സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇത് പ്രശ്നമാണെന്നാ, ഇത് കുട്ടികളിലേക്ക് എത്തുന്ന പ്രശ്നമാണ്. അത് നമ്മൾ ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന നമ്മൾ തിരിച്ചറിയണം. ഈ NEP എന്ന 2020 ഈ സാധ്യത മണപ്പൂർവ്വം കയറ്റിയതാണോ പൊതുബോധത്തിൻ്റെ ഭാഗമായി കയറ്റിയതാണോ എന്നോ അറിയില്ല. ഇത് അധ്യാപകരും ശാസ്ത്രപ്രചാരകരും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ടതും സംസാരിക്കേണ്ടതും പറയേണ്ടതും ആവശ്യമാണ്. ഇനി വേറൊരു നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ആരോഗ്യ വർധനം പറഞ്ഞല്ലോ, ഈ ആയുഷ് എന്ന പത്രികയാണ്. ആയുഷ് എന്ന ഇതുണ്ട്. അതിൽ യുനാനിയുണ്ട്, സിദ്ധയുണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, യോഗയുണ്ട്. ഈ യോഗയൊക്കെ വലിയൊരു എല്ലാത്തിനും റെമഡി എന്നൊരു യോഗ എന്ന രീതിയിൽ ഇപ്പോൾ സ്കൂളുകളിൽ, നമ്മുടെ സ്കൂളുകളിലും ഉണ്ടെന്നേ. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഈ യോഗയ്ക്കുള്ള പരിശീലനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് ശാസ്ത്രപ്രചാരകരായ പല ആൾക്കാരും യോഗ അത്ര വലിയൊരു വ്യായാമത്തിൻ്റെ പ്രക്രിയ അല്ല, അതൊരു ആഭാസമാണ്, ഒരു സർക്കസ് പോലെ ആഭാസം കാണിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പല കക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ സയൻസിൻ്റെ മെത്തഡോളജിയിൽ നമുക്ക് സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിക്കുന്നില്ല. ആയുർവേദത്തിന് വലിയ പ്രാധാന്യം ഇതിൽ പാഠ്യപദ്ധതിയിൽ പല ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ശാസ്ത്രത്തെ അവഗണിക്കുകയും ഈ അശാസ്ത്രീയത്തെ ശാസ്ത്രം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു രാജ്യത്തെ നയിക്കുന്ന ആൾക്കാരുടെ കുറവ് നമ്മുടെ സമൂഹത്തിലുണ്ട്. നെഹ്റുവാണ് നമുക്കൊരു ഇതിൽ മോഡല്. അദ്ദേഹമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത്. ഇത് പിന്നെ നമ്മുടെ ഭരണഘടനയിലെ 51AH പ്രകാരം ശാസ്ത്ര അവബോധം പ്രചരിപ്പിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണെന്ന് ഉള്ള ഒരു ഇതുണ്ട്. ഇത് നമ്മൾ നമ്മൾ സാധാരണ രീതിയിൽ സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ ഭരണ നിർവഹണം നടത്തുന്ന ആൾക്കാരോ, ഭരണ നിർവഹണം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ, അവരിലോ ഇത് അത്രത്തോളം വന്നിട്ടില്ല. നമ്മളെപ്പോലുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഒരു കടമയാണെന്നുള്ളത് മറന്നു പോകാതിരിക്കുന്നത്
നമുക്ക് സ്കൂളിൽ ഇന്നും നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ ഈശ്വര പ്രാർത്ഥനയോടെയാണ്. അതായത് നമ്മൾ അടിമപ്പെടാനുള്ള മനോഭാവമാണ്, അല്ല അടിമ മനോഭാവമാണ് ഈ ഈശ്വര പ്രാർത്ഥനയുടെ ഭാവം. അധ്യാപകർ അവിടെ മുകളിലും കുട്ടികൾ താഴെ എന്നാണ്. ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഒരിതുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാർത്ഥി കേന്ദ്രിതമാണെന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആധുനികവൽക്കരിക്കപ്പെട്ടതാണ്. നമുക്കൊരിക്കലും ഈ ആധുനികതവൽക്കരിക്കുന്ന രീതിയിൽ നിന്ന് മാറാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ അത് കൃത്യമായി പുതിയ വിദ്യാഭ്യാസ നിയമത്തിൽ വിദ്യാർത്ഥി കേന്ദ്രിതമാണെന്നാണ്. വിദ്യാർത്ഥിയാണ് പ്രധാനം എന്ന് പറഞ്ഞത്. ഇനി കേരളത്തിലൊക്കെ നേരത്തെ നടപ്പിലാക്കിയ ഒരു രീതിയാണ് വിദ്യാർത്ഥി കേന്ദ്രിത വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ശാസ്ത്രമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്, ശാസ്ത്രത്തിനാണ് പ്രാധാന്യം വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഇത് തിരിച്ചറിയേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു വർത്തമാനം സംസാരിക്കും. നന്ദി. വിദ്യാഭ്യാസ നയത്തിൽ ഇപ്പോൾ ആയുഷ് പറഞ്ഞ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്, മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ഈ കുറച്ച് എന്താണ് ഇപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് ഫ്ലെക്സിബിലിറ്റി വരുത്തി എന്നൊക്കെ ഉള്ള ചില വശങ്ങൾ ഒഴികെ ബാക്കി പറഞ്ഞ ശാസ്ത്രത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മളതിനെ ഇപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രം തന്നെയാണ്. അതിനകത്ത് ഇപ്പം മുഗൾ കാലഘട്ടം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന, അപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ടത് തന്നെയാണ്. അതുപോലെ ആർട്ട് എന്ന് പറയുന്നതും അതിനകത്ത് ഒരു ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഇത് നിർമ്മാണ കലയിലോ അല്ലെങ്കിൽ ഏതിൽ കൊണ്ടുവരാം എന്ന് അത് ഒഴിവാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ പീരിയോഡിക് ടേബിളൊക്കെ അത് കുറച്ചുകൂടെ എൻ്റെ അനുഭവത്തിൽ ഇതിങ്ങനെ ഗാനമായിട്ടുമൊക്കെ അവതരിപ്പിക്കുന്ന ചില അധ്യാപകർ പ്രത്യേകിച്ച് വടക്കൻ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രചാരം നമ്മുടെ ഇപ്പോൾ SCRT പോലുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ചുരുക്കത്തിൽ ശാസ്ത്രത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന എല്ലാത്തിലും ഉണ്ട്, ഇപ്പോൾ ഗണിതശാസ്ത്രത്തിലൊക്കെ ഉണ്ട്, എല്ലാത്തിലും നമ്മൾ ഇന്നൊവേഷൻ എന്നൊക്കെ പറയുന്നത് അത് പ്രചരിപ്പിക്കാനും ഇപ്പോൾ കുറച്ച് ഈ കൈറ്റ് വിക്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും അതിന് ഒരു എന്താണ് ഇവിടെ പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ആ ഒരു കാര്യം പിന്നെ വേറെ ഒരു നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പിന്നെ എന്താണ് അശോകൻ്റെയൊക്കെ കാലം എടുത്താൽ അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഈ വിശ്വാസങ്ങളും വേദങ്ങളും മാത്രമാണ് അങ്ങനെയുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ യഥാർത്ഥത്തിൽ ജൈനനാണ്. അപ്പോൾ ജൈനന്മാർ ഈ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. അതുപോലെ പിന്നെ വന്ന അശോകൻ ബൗദ്ധനാണ്. അവരുടെ പേരൊക്കെ തന്നെ ചുരുക്കിക്കളഞ്ഞു. അതായത് സന്തോഷം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള ബഹുജനഹിതായ ബഹുജന സുഖായ എന്നൊക്കെയുള്ള അത് ബുദ്ധൻ്റെ തത്വത്തിൽ നിന്ന് വന്നതാണ്. അവരുടെ പേര് തന്നെ ഇപ്പോൾ ഹർഷവർദ്ധനൻ എന്നാരും പറയുന്നില്ല. പുസ്തകത്തിലൊക്കെ ഹർഷൻ എന്ന് മാത്രമേ എഴുതുള്ളൂ. അശോകവർദ്ധനനാണ് എന്ന് പറഞ്ഞാൽ അശോകം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലായ്മ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനാണ്. അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ഇപ്പോൾ IKS എന്ന് പറയുന്നതിൽ തന്നെ ഇവർ പറയുന്ന ചില IKS ആണ്, അല്ലാതെ യഥാർത്ഥ IKS ഒന്നും അല്ലത്. യഥാർത്ഥ IKS വളരെ വ്യത്യസ്തമാണ്. അപ്പം ഇതെല്ലാം ചേരുന്നതാണ് എന്ന് മാത്രം പറഞ്ഞിരുന്നത്. ഈ ആർക്കിടെക്ട് ഉണ്ടല്ലോ, ഇത് പറയുന്നുണ്ട്, അതിനെ വാസ്തുശാസ്ത്രം എന്ന രീതിയിലാണ് ഇതിൽ പറഞ്ഞത്. അത് ശാസ്ത്രമാണ്. ഈ പറഞ്ഞ യഥാർത്ഥ ശാസ്ത്രത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇത് വലിയ ഇതുണ്ടാവും. കുറച്ച് നമ്മൾ ഇപ്പോഴും നോളജ് ഇപ്പം പറയും പോലെ പാഠപുസ്തകത്തിൽ അല്ലാത്ത കൊണ്ടൊരു ഇത്. പക്ഷേ ഇത് കുട്ടികൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് പള്ളിക്കൂടങ്ങളാണ്. അതൊരു പ്രശ്നമുണ്ട്. അവരിപ്പം ഈ യൂട്യൂബ് കാണുമായിരിക്കും, കുട്ടികൾ കാണുമായിരിക്കും. യൂട്യൂബിൽ അവർ കാണുന്ന യൂട്യൂബ് മിക്കവാറും ചെറിയ റീൽസുകളായിരിക്കും. അപ്പോൾ അവർക്ക് നോളജ് കിട്ടാൻ പറ്റില്ല. ഈ വേറൊന്ന്, ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ എല്ലാം ഉണ്ടെന്നാണ് ഇവരുടെ വാദം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പ്രധാനപ്പെട്ട നോളജ് വികേന്ദ്രീകരണത്തിലുള്ളത് ഒന്ന് പേപ്പറാണ്, രണ്ട് അച്ചടി. ഈ രണ്ടും നമ്മളല്ല കണ്ടുപിടിച്ചത്, തൊട്ടടുത്ത ചൈനയാണ്. നമ്മളൊരു പൂജ മാത്രം കണ്ടുപിടിച്ചെന്നൊക്കെ തള്ളുന്നതല്ലാതെ അങ്ങനെ ഈ നോളജ് സിസ്റ്റം വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.